ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 3 അതിൻ്റെ സെക്കൻഡ് ലെക്ചർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ സിസ്റ്റത്തിനെ പറ്റി അല്ലേ? അതേപോലെ തന്നെ ലാൻഡ് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യുന്നത്, അതിൻ്റെ പല മെത്തേഡ്സും പിന്നെ കമ്പാരിസൺസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാനുള്ളത് ഓക്സിജൻ സാഗ് കർവ്, അതേപോലെ തന്നെ സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ, ഓക്കെ, പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ്. ഇതിൽ ആദ്യത്തെ 1-2 പോർഷൻ നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ നോക്കാം, ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിജൻ സാഗ് കർവും സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷനും ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ്, അതിന്റെ പ്രൈമറിയും പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഈ കൊടുത്തിരിക്കുന്നതാണ് ഡിഒ സാഗ് കർവ് അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ സാഗ് കർവ്. സാഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, താന്നു പോകുന്നു അല്ലേ, താന്നു പോകുന്നതായിട്ടാണ്, അതിനെയാണ് നമ്മൾ സാഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ വൈ ആക്സിസിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് റിവർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് പോകും തോറും അപ്പോൾ ആ ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോയിരിക്കുന്ന ലൈൻ എന്ന് വെച്ചാൽ സാച്ചുറേഷൻ കോൺസെൻട്രേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഓക്സിജൻ കോൺസെൻട്രേഷൻ നമ്മൾ 10%, 20%, 30% അങ്ങനെ ഒരു 100% വരെ പറയുവാണെങ്കിൽ റിവറിനകത്ത് വേസ്റ്റ് വാട്ടർ ഒന്നും ഇല്ല, വേസ്റ്റ് വാട്ടർ ഒന്നും നമ്മൾ കൂടെ ഡിസ്പോസ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു റിവർ അല്ലെങ്കിൽ സ്ട്രീം നല്ല പ്യുവർ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു കേസിൽ ആ ഒരു വാട്ടറിനകത്ത്, റിവർ വാട്ടറിനകത്ത് 100% എന്തുണ്ടായിരിക്കും, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പം ആ റിവർ ഒരു പ്രശ്നവും ഇല്ല, ഒരു വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യാത്തപ്പോൾ ഉള്ള കണ്ടീഷനാണ് 100% സാച്ചുറേഷൻ ആയി. എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ വരത്തില്ല. അതാണ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്തെന്ന് വെച്ചാൽ എന്താ പറ്റുന്നത്, ആ ഒരു റിവറിനകത്ത് ഡിഒ കുറയും. ഓക്കെ, ഈ ഒരു ലൈൻ, ഈ ഒരു കേവ് നോക്കണേ, ഡിഒ കുറഞ്ഞു എന്ന് വെച്ചാൽ ആ ഡിസോൾഡ് ഓക്സിജന്റെ വാല്യൂ വേസ്റ്റ് വാട്ടർ വന്നതുകൊണ്ട് എന്താണ്, വേസ്റ്റ് വാട്ടറിനകത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ BOD പറഞ്ഞതൊക്കെ, വേസ്റ്റ് വാട്ടറിനകത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ട്, ഓർഗാനിക് മാറ്ററിന് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്. അപ്പം ആ റിവറിലെ ഓക്സിജൻ കൺസ്യൂം ചെയ്യും അല്ലേ. പിന്നീട് പതുക്കെ സ്ട്രീമിന്റെ ലെന്തൊക്കെ അനുസരിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്ത് സെൽഫ് പ്യൂരിഫിക്കേഷൻ വഴി റിവർ പഴയ ഒരു സ്റ്റേറ്റിലോട്ട് ഓക്സിജന്റെ എമൗണ്ട് ഒക്കെ കൂടും. ഓക്കെ, അപ്പം ആദ്യമേ എന്താണ്, ഡിയുടെ വാല്യൂ കുറഞ്ഞു പോരും, ഒരു ഏറ്റവും ഡിയുടെ വാല്യൂ ഏറ്റവും മിനിമം ആകുന്ന ഒരു പോയിന്റ് വരും. പിന്നീട് പതുക്കെ ഡിസ്റ്റൻസ് അങ്ങോട്ട് ചെല്ലും തോറും ആ ഒരു എന്താണ്, റിവർ വാട്ടറിന്റെ ഒരു എയറേഷന്റെ ഒക്കെ ഒരു എഫക്റ്റ് കാരണം, ഫ്ലോ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, ഡിയുടെ വാല്യൂ പതുക്കെ കൂടി സാച്ചുറേഷൻ ലെവലിൽ എത്തും. ഓക്കെ, അതാണ് ഇപ്പം അങ്ങനെ ഉള്ള ഡിയോയുടെ ആ ഒരു സാഗായിട്ട് പിന്നെ റൈസ് ചെയ്യുന്ന ഒരു കേവ് നമ്മൾ ഡിഒ സാഗ് കേവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന കേവ് എന്ന് വെച്ചാൽ അത് BODയുടെ വാല്യൂ ആണ്. നമ്മളത് BOD കേവ് ഒക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ ലെക്ചറിൽ പറഞ്ഞതാണ്. എന്താണ് BOD എന്ന് പറഞ്ഞാൽ, എന്താണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓക്സിജന്റെ ഡിമാൻഡ് അത്രയും. അപ്പം വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്തപ്പോൾ എന്ത് പറ്റുന്നത്, BODയുടെ വാല്യൂ ഹൈ എന്ന് വെച്ചാൽ BOD വാല്യൂ ഭയങ്കര ഡിമാൻഡായിരുന്നു, ഓക്സിജന് ഭയങ്കര ഡിമാൻഡായി. പിന്നെ പതുക്കെ അങ്ങോട്ട് പോകുന്തോറും ഡിമാൻഡ് കുറഞ്ഞ് എന്ന് വെച്ചാൽ ഓർഗാനിക് മാറ്റർ എല്ലാം അങ്ങ് ഡീകമ്പോസ് ആയി പോയി. ഇനിയിപ്പോൾ ഓർഗാനിക് മാറ്ററിന് ആണല്ലോ ശരിക്കും ഓക്സിജന്റെ ആവശ്യമുള്ളത്, അവർക്കാണല്ലോ അതിന്റെ ഡിമാൻഡ് ഉള്ളത്. കുറെ കഴിയുമ്പോഴേക്കും ഓർഗാനിക് മാറ്റർ എല്ലാം അങ്ങ് ഡീകമ്പോസ് ആയി പോയി കഴിയുമ്പോൾ ഡിമാൻഡ് കുറയും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, BODയുടെ വാല്യൂ കുറഞ്ഞു വരുന്നു, ഓക്സിജന്റെ വാല്യൂ കുറഞ്ഞിട്ട് കൂടി പോരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഒ സാഗ് കർവ്. ഓക്കെ, ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ഡി ഓക്സിജനേഷൻ ആൻഡ് റീ ഓക്സിജനേഷൻ കേവ്, ഇത് രണ്ടും കൂടുന്നതാണ് നേരത്തെ പറഞ്ഞ ഡിഒ കേവ് അല്ലെങ്കിൽ ഓക്സിജൻ സാഗ് കേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ നിങ്ങൾ എന്താണ്, വൈ ആക്സിസ് ഡിഒ കണ്ടന്റ് പെർസെൻറ്റേജിൽ പറഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് ടൈം ഓഫ് ഫ്ലോ, ടൈമാണ് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഫ്രം പോയിന്റ് ഓഫ് പൊല്യൂഷൻ, നമ്മൾ എന്താണ് വേസ്റ്റ് വാട്ടർ ഇട്ട ആ ടൈം തൊട്ട് ഉള്ള ടൈമിനാണ് ടൈം ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. T-ഡേയ്സിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജിൽ കാണിക്കുന്നു. അപ്പം ആദ്യത്തെ കേസിൽ സാച്ചുറേഷൻ ഡിഒ ആണ്, ഏറ്റവും മാക്സിമം വാല്യൂ എത്തി, മാക്സിമം വാല്യൂ ആണ്. അപ്പം നമ്മൾ വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജന്റെ വാല്യൂ കുറയും അല്ലേ. വേസ്റ്റ് വാട്ടർ വന്നതിന്റെ കേസിൽ റിവറിലെ ഓക്സിജൻ വാല്യൂ കുറയും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ത്, ഡി ഓക്സിജനേഷൻ കേവ്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്സിജന്റെ വാല്യൂ കുറയുന്നു, അതാണ് ഡി ഓക്സിജനേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ കേവ് ആണ് ഇങ്ങനെ താഴോട്ട് ഡിഗ്രീസ് ആകുന്ന രീതിയിൽ കാണിക്കുന്നത്.
ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ പൊല്യൂഷൻ ലോഡ് ഇസ് ഡിസ്ചാർജ് ഇൻ ടു ദി സ്ട്രീം, DO ഗോസ് ഓൺ ഡിക്രീസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡീഓക്സിജനേഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇതിനെ രണ്ടിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. The variation or depletion of DO is represented ഗ്രാഫിക്കലി ബൈ ഡീഓക്സിജനേഷൻ കർവ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഡീഓക്സിജനേഷൻ കർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു കർവ് മനസ്സിലായി എന്താന്നുള്ളത്. ഏതാണ് ഈ 2 എന്ന് മാർക്ക് ചെയ്യുന്നത്? ഡീഓക്സിജനേഷൻ കർവ് എന്താ നമുക്ക് മനസ്സിലായി. അടുത്തത്, അറ്റ് ദി സെയിം ടൈം ഓക്സിജൻ ഗെറ്റ്സ് ആഡഡ് ഇൻ ടു ദി സ്ട്രീം ത്രൂ വേരിയസ് പ്രോസസ്സസ് സച്ച് ആസ് ഫോട്ടോസിന്തസിസ്, റെയിൻ എക്സെട്ര. അപ്പോൾ ഈ ഒരു ഡീഓക്സിജനേഷൻ, ഓക്സിജന്റെ വാല്യൂ കുറയുന്ന ആ ഒരു ടൈമിൽ തന്നെ, ആ സെയിം ടൈമിൽ തന്നെ എന്താണ് റിവറിലെ ഓക്സിജൻ ആഡ് ആകുന്നുണ്ട്. എങ്ങനെയാണ്? റിവറിനുള്ളിലെ അക്വാറ്റിക് പ്ലാന്റ്സിന്റെ ഒക്കെ ഫോട്ടോസിന്തസിസ് വഴി അവർ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് എക്സ്പോസ്ഡ് ആണല്ലോ അല്ലേ റിവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് അറ്റ്മോസ്ഫിയറിക് റെയിൻ അങ്ങനെയൊക്കെ എന്താണ് ഓക്സിജനെ വലിച്ചെടുക്കാൻ ആ വാട്ടറിന് പറ്റുന്നുണ്ട്. അപ്പം ഡീഓക്സിജനേഷൻ നടക്കുന്ന സെയിം ടൈമിൽ തന്നെ അവിടെ റീ ഓക്സിജനേഷൻ നടക്കുന്നു, ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഓക്സിജൻ ഗെയിനിങ് പ്രോസസ്സിനെ നമ്മളൊരു കേർവ് ആയിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം? റീ ഓക്സിജനേഷൻ. ഓക്കെ, അതാണ് ഈ ഓക്സിജൻ്റെ വാല്യൂ കൂടുന്നു, സെയിം ടൈം തന്നെ ഓക്സിജൻ്റെ വാല്യൂ കൂടുന്നുമുണ്ട്. ഓക്കെ, റീ ഓക്സിജനേഷൻ അല്ലെങ്കിൽ റീ എറേഷൻ കേർവ് എന്ന് പറയാം, ഈ തേർഡ് കേർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഡീ ഓക്സിജനേഷൻ കേർവും പറഞ്ഞു, റീ ഓക്സിജനേഷൻ കേർവും പറഞ്ഞു. ഇനി റണ്ണിങ് പൊല്യൂട്ടഡ് സ്ട്രീം ഡീഓക്സിജനേഷൻ ആൻഡ് റീ എറേഷൻ അല്ലെങ്കിൽ റീ ഓക്സിജനേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഡീഓക്സിജനേഷൻ ഈസ് മോർ ഡെഫിസിറ്റ് റിസൾട്ട്സ്. ഓക്കെ, അപ്പം ഒരു റണ്ണിങ് സ്ട്രീമിൽ ഈ ഡീഓക്സിജനേഷനും റീ ഓക്സിജനേഷനും ഒരേപോലെ അറ്റ് സെയിം ടൈം ഒരേപോലെയാണ് നടക്കുന്നത്. ഡീഓക്സിജനേഷൻ കാരണമാണ് ഓക്സിജന്റെ വാല്യൂ കുറയുന്നത്. ഓക്കെ, അത് ഡീഓക്സിജനേഷൻ ആണ് കുറച്ചുകൂടി കൂടുതലുള്ളത്. ഓക്കെ, അതാണ് ഈസ് മോർ ഡെഫിസിറ്റ്, അതാണ് കുറച്ചുകൂടെ ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഡിഒ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്തുമാത്രം ഡിഒ ഡെഫിഷ്യൻ ഉണ്ടായി എന്നുള്ളത് ക്യാൻ ബി ഒപ്റ്റെയിൻ ബൈ ഗ്രാഫിക്കലി ആഡിങ് ബോത്ത് ദി കേർവ്സ്. ഈ രണ്ട് കേർവ്സ് കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് ഗ്രാഫിക്കലി പറയുവാണെങ്കിൽ ഈ പറഞ്ഞ ഡീഓക്സിജനേഷൻ്റെയും റീ ഓക്സിജനേഷൻ്റെയും കേർവ് ആഡ് ചെയ്ത് നമുക്ക് എന്തുമാത്രം ഡിഒ ഡെഫിസിറ്റ് ഉണ്ടായെന്ന് അറിയാൻ പറ്റും. ദ റിസൾട്ടൻ, അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ കേർവിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിഒ കേർവ്, ഡിഒ സാഗ് കേർവ്. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞില്ലേ ഡിഒ സാഗ് കേർവ് അല്ലെങ്കിൽ ഓക്സിജൻ സാഗ് കേർവ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ തൊട്ട് മുന്നേ പറഞ്ഞ റീ ഓക്സിജനേഷന്റെയും ഡീ ഓക്സിജനേഷന്റെയും കേർവ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ കേർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഒ സാഗ് കേർവ്. അതാണ് ഏത് ഈ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യിക്കുന്നത്. ഈ പോയത് കുറഞ്ഞു പിന്നെ കൂടി. ഓക്കെ, ഓക്സിജന്റെ വാല്യൂ കുറഞ്ഞു, ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ ഏറ്റവും മിനിമം വാല്യൂ വന്നു, പിന്നെ കൂടി. Okay, the DO deficit is given by DO deficit equal to saturation DO minus actual DO. Okay, അപ്പം DO deficit നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സാച്ചുറേഷൻ ഡിയുടെ വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, അതേ മൈനസ് ആ ഒരു വാട്ടറിനകത്ത് ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ടൈം കഴിയുമ്പം DO കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ആ രണ്ട് DOയുടെയും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DO ഡെഫിസിറ്റ്. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. DO സാച്ചുറേഷൻ മൈനസ് ആക്ച്വൽ DO, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? DO ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ അനാലിസിസ് ഓഫ് DO സാഗ് കർവ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? ഈ ഗ്രാഫിക്കലി ആണ് നമ്മൾ DO ഡെഫിസിറ്റ് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞത്. ഈ DO അനാലിസിസ്, DO സാഗ് കർവിന്റെ അനാലിസിസ് നമുക്ക് സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇക്വേഷനൊക്കെ ഇച്ചിരി വലുതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസിൽ സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് സിലബസിൽ ഉള്ളതുകൊണ്ട് നമുക്കത് പറഞ്ഞു പോകാതെ പറ്റത്തില്ല. ഇച്ചിരി ലെന്തി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ എക്സാമിന് ഒന്നും വന്നിട്ടില്ല. ഇതുവരെ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാംസിനൊന്നും ഈ ഇക്വേഷനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് സിലബസിൽ ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം ഈ ഇക്വേഷൻ നോക്കുക. ഓക്കെ, അപ്പം സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ, ആ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഡെറിവേഷൻ ഉണ്ട് കുറച്ച്, പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, കാര്യം അത്രയും വലിയ ഡെറിവേഷനാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഈ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് DT, DO ഡെഫിസിറ്റ് ആഫ്റ്റർ T days, അതിൽ മില്ലിഗ്രാം പെർ ലിറ്ററിൽ ഉള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ KD എന്ന് പറയുന്നത് ഡീഓക്സിനേഷൻ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ
കെ ഡി അറ്റ് എനി ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കെ ഡി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിലെ കെ ഡി അറിയാമെങ്കിൽ അത് ഇൻറ്റു 1.017 റേസ് ടു T-20. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിനെ കണ്ടുപിടിക്കുന്നെങ്കിൽ 30 - 20 ചെയ്താൽ കെ ഡി അറ്റ് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാം. D0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഓക്സിജൻ ഡെഫിസിറ്റിന്റെ വാല്യൂ ആണ്, അത് മില്ലിഗ്രാം പെർ ലിറ്ററിൽ. എൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് BODയുടെ വാല്യൂ ആണ്, മില്ലിഗ്രാം പെർ ലിറ്ററിൽ. ഓക്കെ, അപ്പോൾ കെ ഡി പറഞ്ഞു. ഇനി KR എന്ന് പറയുന്നത് റീ ഓക്സിജനേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ കെ ഡിയുടെ വാല്യൂവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കെ ഡി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിന് വാല്യൂ 0.1-ന്റെയും 0.2-ന്റെയും ഇടയ്ക്കായിരിക്കും. ടിപ്പിക്കലി അത് 0.1 ഒക്കെയാണ് ജനറലി എടുക്കാറ്. ഓക്കെ, ഇനി KR എന്ന് പറയുന്നത് റീ ഓക്സിജനേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ ഫീൽഡ് ടെസ്റ്റ് ഒക്കെ നടത്തി ഇക്വേഷനകത്തോട്ട് ഫീൽഡ് ടെസ്റ്റിലെ വാല്യൂസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം KR ആണ് കേട്ടോ. KR എന്ന് പറയുന്നത് 3.9 റേസ് ടു V/Y റേസ് ടു 1.5. V എന്ന് പറയുന്നത് ആവറേജ് സ്ട്രീം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ, Y എന്ന് പറയുന്നത് ആവറേജ് സ്ട്രീമിന്റെ ഡെപ്ത് ആണ് മീറ്ററിലുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ കെ ഡിക്ക് പറഞ്ഞ പോലെ തന്നെ KRഉം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ അറിയണമെങ്കിൽ അതേ KR ഇൻറ്റു 1.016 T റേസ് ടു -20. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് KRഉം KD ഒക്കെ ചെറിയ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് KR at 20 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ബോഡീസ്. സ്മോൾ പോണ്ട് ആണെങ്കിൽ വാല്യൂ 0.05 ആണ് കേട്ടോ. 0.05 to 0.1 വരെ എടുക്കാം. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസിനുള്ള വാല്യൂസ് ആയി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം കണ്ടില്ലേ, അതാണ് സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ. ഇനി ദ ഓക്സിജൻ ഡെഫിസിറ്റ് കർവ് ക്യാൻ ബി പ്ലോട്ടഡ് ഈസിലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇക്വേഷൻ 8.3 എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഓക്സിജൻ ഡെഫിസിറ്റ് കർവ് പ്ലോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടൈം, T ഡേയ്സിന് പല വാല്യൂസ് അനുസരിച്ച് നമുക്ക് കർവ് വരയ്ക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ദ ക്രിട്ടിക്കൽ ടൈം after which the minimum dissolved oxygen occurs can be found by differentiating. ആദ്യം കാണിച്ച ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ ടൈം എന്ന് പറയുന്നത് TC എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ഓക്സിജൻ DO വാല്യൂ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ ഇട്ടതിൻ്റെ കേസിൽ ഓക്സിജൻ കർവ് ഇങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ കൂടത്തില്ലേ, ഏറ്റവും കുറഞ്ഞ വാല്യൂ ഇല്ലേ, അതിനെയാണ് നമ്മൾ ആ ടൈമിനെയാണ് ക്രിട്ടിക്കൽ ടൈം എന്നും ആ പർട്ടിക്കുലർ ഓക്സിജന്റെ ഡെഫിസിറ്റ് വാല്യൂവിനെ നമ്മൾ ക്രിട്ടിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ക്രിട്ടിക്കൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട ഇക്വേഷൻ ഇല്ലേ, അതിനെ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്നിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇത് പഠിക്കാൻ പറ്റുന്നവർ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഇത് മൊത്തം കുറെ കൺഫ്യൂഷൻ ആകും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ആൻഡ് ദി ക്രിട്ടിക്കൽ മാക്സിമം ഓക്സിജൻ ഡെഫിസിറ്റ്, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഡെഫിസിറ്റിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, DC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഓക്സിജൻ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ KR/KD എന്നൊരു കോൺസ്റ്റന്റ്, അതിന് നമുക്ക് F വെച്ചിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അതെന്ന് വെച്ചാൽ സെൽഫ് പ്യൂരിഫിക്കേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം KR/KDക്ക് പകരം വേണമെങ്കിൽ നമുക്ക് F വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇനിയും ഈ എഫിനും പല ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസിനും പല വാല്യൂസ് ഉണ്ട്, അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യൂസിങ് KR/KD as F, തൊട്ട് മുന്നേ കണ്ട ഇക്വേഷൻ 8.6 എന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തെടുക്കാം. അതേപോലെ 8.7 എന്ന ഇക്വേഷൻ DCയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. Okay, this is the important first stage equation in which L is the BOD. L എന്ന് പറയുന്നത് BODയുടെ വാല്യൂ ഓഫ് ദി മിക്സ്ചർ ഓഫ് സീവേജിൻ്റെയും സ്ട്രീമിൻ്റെയും മിക്സ്ചർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു BODയുടെ വാല്യൂ ആണ് L. പിന്നെ KDയും KRൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻസ് ആണ്. The above equations are of practical value in predicting the oxygen content at any point along a stream and thus helps in estimating the degree of wastewater. അപ്പം ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ഓക്സിജൻ കണ്ടന്റ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തുമാത്രം ഡിഗ്രി ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ. അതിനകത്ത് ആദ്യത്തെ ഇക്വേഷൻ എങ്കിലും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഇൻ കേസ് ചോദിച്ചാൽ ഇക്വേഷൻ എഴുതി വെക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ആ പ്രോബ്ലം അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇതാണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കുക. അതിൽ ഓരോ ടേം എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഈ ഇക്വേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനോട് പഠിച്ച് വെക്കുക പറ്റുന്നവർ. ഓക്കെ,
അപ്പം ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു ഓക്സിജൻ സാഗ് കർവിനെ പറ്റിയും സ്റ്റീഫർ ഫെൽപ്സ് ഇക്വേഷൻ ഫോർ ഡിഒ ഡെഫിസിറ്റ് കർവിന്റെ അനാലിസിസിന് വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലോട്ട് നമ്മൾ കടക്കുവാണ്. ഇനിയുള്ള മൊഡ്യൂൾസ് എല്ലാം ഈ വേസ്റ്റ് വാട്ടർ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഫസ്റ്റ് ഒരു സെക്ഷനിലോട്ട് ഇൻട്രൊഡക്ഷനിലോട്ടാണ് കടക്കുന്നത്. അപ്പം എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഓർഗാനിക് കണ്ടന്റ്, വേസ്റ്റ് വാട്ടറിനകത്ത് നിന്നുള്ള ഓർഗാനിക് കണ്ടന്റ് അല്ലെങ്കിൽ BOD, ആ ഡിമാൻഡ്, ഓക്സിജന്റെ ഡിമാൻഡ് അത് റെഡ്യൂസ് ചെയ്യണം. അപ്പം അതിന് വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ. അടുത്തത് വേസ്റ്റ് വാട്ടറിനകത്ത് കുറേ ന്യൂട്രിയൻസിന്റെ എമൗണ്ട് കാണും. ഈ നൈട്രജന്റെയോ അതേപോലെ ഫോസ്ഫറസിന്റെ ഒക്കെ എമൗണ്ട് കാണും. അതിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാൻ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും. അതേപോലെ എന്താണ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അതിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി ഇത് ചെയ്യാനുള്ള മെത്തേഡ്സ് മെയിൻലി കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സും ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡും വരും. ഓക്കെ, അപ്പം കൺവെൻഷണൽ ആയിട്ട് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സ് എന്ന് വെച്ചാൽ, ഒന്ന് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് പ്രോസസ്സ്, അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. പ്രിലിമിനറി, അടുത്തത് പ്രൈമറി ട്രീറ്റ്മെന്റ് ചെയ്യും, പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യും, ലാസ്റ്റ് ഈ അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയൊരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന ട്രീറ്റ്മെന്റ് മെത്തേഡിൽ വരുന്നതാണ് ടെറിഷറി. സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി, പിന്നെ ടെറിഷറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് വന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഉണ്ട് കംപ്ലീറ്റ് ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനകത്ത്. ഇതിനകത്ത് ചിലപ്പോൾ ലാസ്റ്റത്തെ 1-2 ചെയ്യേണ്ടി വരത്തില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വേസ്റ്റ് വാട്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ചിലപ്പം ലാസ്റ്റത്തെ 1-2 പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും. കാര്യം അല്ലാതെ തന്നെ അതിന്റെ പൊല്യൂഷന്റെ ഒരു എമൗണ്ട് നമുക്ക് കുറയ്ക്കാനും നമുക്കത് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മെത്തേഡ്സിനെ ചുമ്മാ ഒരു ചെറിയൊരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഒരു ട്രീറ്റ്മെന്റ് സെന്റർ, പൈപ്സ് ടേക്സ് വാട്ടർ ടു ട്രീറ്റ്മെന്റ് സെന്റർ. അപ്പം പല സ്ഥലത്തു നിന്ന്, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രീസിൽ നിന്നോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന്, കൊമേഴ്ഷ്യൽ ഏരിയയിൽ നിന്നെല്ലാം പൈപ്പ് വേസ്റ്റ് വാട്ടറിന് ഈ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലോട്ട് കൊണ്ടുവരും. അവിടെ നിന്ന് ആദ്യം നടക്കുന്നത് പ്രിലിമിനറി പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, പ്രിലിമിനറി പ്രോസസ്സിൽ വരുന്ന ഒരു സ്റ്റേജാണ് സ്ക്രീനിങ്. എന്ന് വെച്ചാൽ സ്ക്രീൻ വെച്ചിട്ട് വേസ്റ്റ് വാട്ടറിനെ ഒന്ന് സ്ക്രീൻ ചെയ്ത് വിടും. അപ്പോൾ എന്താണ്, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വലിയ വലിയ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വെച്ചാൽ സ്ക്രീൻ ചെയ്ത് മാറ്റാം, അതിനെ എടുത്ത് മാറ്റാം, സോളിഡ്സിനെയൊക്കെ മാറ്റാം. അപ്പോൾ ആദ്യം പ്രിലിമിനറി പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രൈമറി ട്രീറ്റ്മെന്റ് സ്റ്റേജിലോട്ട് പോകും. അതും കഴിഞ്ഞ സെക്കൻഡറി ട്രീറ്റ്മെന്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ അത് ഫൈനൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ടെറിഷറി ട്രീറ്റ്മെന്റിലോട്ട് ചെന്ന് അവിടെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്, അപ്പം ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ആ വേസ്റ്റ് വാട്ടറിന്റെ ഒരു പൊല്യൂഷൻ കണ്ടന്റ് കുറയും. ആ എല്ലാം കഴിഞ്ഞ വേസ്റ്റ് വാട്ടറിനെ അല്ലെങ്കിൽ എഫ്ലുവന്റ്, അതിനെ നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വരുമ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് വാട്ടറിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഇൻഫ്ലുവന്റ്. ഇതെല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് വരുന്നത് നമ്മൾ എഫ്ലുവന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് കിട്ടുന്ന എഫ്ലുവന്റിനെ നമുക്ക് പിന്നെ ഫിൽറ്റേർഡ് ആയല്ലോ, അപ്പോൾ അതിനെ നമുക്ക് റിവറിലോട്ട് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം കൂടി ജസ്റ്റ് ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഓക്കെ, ഇപ്പൊ പറഞ്ഞത് തന്നെ നമുക്ക് വേറൊരു ഫിഗറിലും കൂടെ റെപ്രസെന്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, ഹോംസിൽ നിന്നും അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ ഇങ്ങനെ വരുക. ഓക്കെ, വേസ്റ്റ് വാട്ടർ കുറേ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് എല്ലാം കൂടെ ഇനിയും പറയാൻ പോകുന്ന ട്രീറ്റ്മെന്റ് യൂണിറ്റിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ക്ലോഗ് ആകും. ഓക്കെ, അപ്പം വലിയ മാറ്റേഴ്സിനൊക്കെ സ്ക്രീൻ ചെയ്ത് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ബാർ സ്ക്രീൻ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്, വാട്ടർ മാത്രം ഇപ്പുറത്തോട്ട് വരും. ആ ഒരു ബാർ സ്ക്രീനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റാത്തതല്ല ഇവിടെ ഡംപായിട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് പോരും. അപ്പം ചില മാറ്റേഴ്സ് എല്ലാം ഇതിൽ ഫ്ലോട്ടായി കിടക്കുന്ന, ചിലതൊക്കെ മാത്രമേ ഇതിൽ ബ്ലോക്കായി പോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ ഇങ്ങ് പോരും. ഓക്കെ, അപ്പം ആ വരുന്ന വാട്ടർ നമ്മളൊരു ഗ്രിറ്റ് ടാങ്ക് അല്ലെങ്കിൽ ഗ്രിറ്റ് ചേംബർ എന്നൊരു ചേംബറിലോട്ട് വരും. അപ്പോൾ അതിൽ ഗ്രിറ്റ് മാറ്റേഴ്സ്, സാൻഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അടിയാൻ വേണ്ടി ഇങ്ങനെ ഒരു ടാങ്കിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് കുറേയൊക്കെ അടിയും. ഓക്കെ, കുറച്ച് വാട്ടർ നമ്മൾ എന്തെടുക്കും, അതിൻ്റെ മേളിൽ കിടക്കുന്ന വാട്ടറിനെ നമ്മൾ സെറ്റിലിംഗ് ടാങ്കിലോട്ട് വിടും. ഇനി എന്തെങ്കിലും സസ്പെൻഡഡ് ആയിട്ട് സോളിഡ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ സെറ്റിലിംഗ് ടാങ്കിലോട്ട് വിടുന്നത്. കുറേ നേരം അവിടെ ഇങ്ങനെ നമ്മൾ അനക്കാതെ വെച്ച് കഴിയുമ്പോൾ ചില മാറ്റേഴ്സ് എല്ലാം അടിയും അല്ലേ. ആ മാറ്റേഴ്സ് അടിഞ്ഞതിന് അവിടെ കിടപ്പുണ്ട്. ബാക്കി വാട്ടറിനെ നമുക്ക് ഏറേഷൻ ടാങ്കിലോട്ട്, എന്ന് വെച്ചാൽ എയർ കൊടുക്കും, ഏറേഷൻ ടാങ്കിലോട്ട് കൊടുക്കാം. ആ വാട്ടറിനെ നമുക്ക് ക്ലാരിഫയറിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ആലം അങ്ങനെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ E1 പഠിച്ചായിരുന്നു, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിനകത്ത് ക്ലാരിഫയേഴ്സിലെ യൂസ് ഒക്കെ പഠിച്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൽ നമ്മൾ കോയാഗുലൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് കറക്കും.
അപ്പം ആ ഒരു കറക്കുന്നതിൻ്റെ എഫക്റ്റിൽ, കൊയാഗുലൻസിൻ്റെ ഒക്കെ എഫക്റ്റിൽ ഈ കൊളോയിഡൽ ആയിട്ടുള്ള സോളിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലോക്ക് ആയിട്ട് മേളിൽ പൊങ്ങി വന്ന് കിടക്കും. അപ്പോൾ അതിനെ നമുക്ക് വേണേൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് അടിയുന്നതാണെങ്കിൽ അങ്ങനെ അടിഞ്ഞിട്ട് നമുക്ക് അതിനെ എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇവിടെ അടിയുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ക്ലാരിഫയറിലും കുറേ സാധനം അടിയും അല്ലേ. ഈ അടിഞ്ഞതിനൊക്കെ എന്ന് വെച്ചാൽ ഈ സ്ലഡ്ജ് പോലെ ഏറ്റവും അടിയിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് എടുക്കാം. ഓക്കെ, താഴെ നിന്ന് നമുക്ക് മാറ്റാം. ആ മാറ്റിയ സാധനവും ഇവിടുന്ന് സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് അങ്ങനെ മാറ്റിയ സാധനം എല്ലാം കൂടെ നമുക്ക് ഡൈജസ്റ്റർ എന്നൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുവിടാം. അവിടെ ഡൈജഷൻ നടക്കുന്നതിൻ്റെ എഫക്റ്റിൽ കുറേ ഗ്യാസ് സ്റ്റീമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ടും പിന്നെ കത്തിക്കാനൊക്കെ ആയിട്ട് ബയോഗ്യാസ് ഒക്കെ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കത്തിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അവിടെയും ലാസ്റ്റ് അടിയുന്ന സാധനം അതിനെ നമുക്ക് ട്രക്കിലൊക്കെ കൊണ്ടുപോയി നമുക്ക് അഗ്രികൾച്ചർ ഏരിയയിലോട്ടോ അല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇൻസിനറേറ്ററിലോട്ടോ ബാക്കി പിന്നെ കത്തിച്ച് കളയാൻ വേണ്ടിയൊക്കെ അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വാട്ടറിനെ പറ്റി പിന്നെ പറഞ്ഞില്ലായിരുന്നു. ക്ലാരിഫയറിൽ നിന്ന് ഈ ക്ലാരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ പിന്നെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ UV അല്ലെങ്കിൽ ക്ലോറിനേഷൻ ഒക്കെ നടത്തി ബാക്കി പിന്നെ നമുക്കതിനെ വാട്ടറിലോട്ട് ഡിസ്പോസ് ചെയ്യാം. ബാക്കി പറഞ്ഞ ഈ അടിഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ പിന്നെ ഡൈജസ്റ്ററിലോട്ട് കൊടുക്കുകയും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിന് നമുക്കിങ്ങനെ ലാൻഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയോ അഗ്രികൾച്ചറിൽ മാന്യൂറായിട്ടൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാം. അതിനകത്ത് അതിൻ്റെ ഒരു കണ്ടന്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സ്ലൈഡിലെ കാര്യം പറഞ്ഞതിനൊക്കെ ജസ്റ്റ് ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പഠിക്കേണ്ട ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ലെക്ചറിൽ ആദ്യമേ കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് coarse solid and other large materials often found in raw waste water. അപ്പോൾ raw waste വാട്ടറിനകത്തുള്ള ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് സൈസ് കൂടിയ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിം. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീനിങ് എന്ന് വെച്ചാൽ സ്ക്രീൻസ് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രിറ്റ് റിമൂവലിന് വേണ്ടി ഗ്രിറ്റ് ചേമ്പറിലോട്ട് വേസ്റ്റ് വാട്ടറിനെ കൊണ്ടുപോകും. ഇനി ചില സമയത്ത് നമുക്ക് കമ്മ്യൂണേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. കമ്മ്യൂണേഷൻ ഓഫ് ലാർജ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണേറ്റർ എന്നൊരു യൂണിറ്റ് ഉണ്ട്, ഡിവൈസ് ഉണ്ട്. അതിനകത്ത് എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ വേസ്റ്റ് വാട്ടർ അതിനെ കൂടെ പാസ് ചെയ്യിക്കുമ്പോൾ വേസ്റ്റ് വാട്ടറിനകത്ത് ഇച്ചിരി ലാർജ് സൈസ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണേറ്ററിലോട്ട് പോകുമ്പോൾ അതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ അതിനെ കുറച്ചുകൂടെ ഷെഡ് ചെയ്യും, സൈസ് കുറയ്ക്കും. അതിനെയാണ് കമ്മ്യൂണേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണേഷന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു യൂണിറ്റും കൂടെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കും. അത് വേണമെങ്കിൽ മാത്രം ആ ഒരു വേസ്റ്റ് വാട്ടർ അങ്ങോട്ട് വരുന്ന വേസ്റ്റ് വാട്ടറിനകത്തോ അങ്ങനെ ഒത്തിരി എമൗണ്ട് ഓഫ് ലാർജ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇച്ചിരിയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. In grit chamber, the velocity of water through the chamber is maintained sufficiently high or air is used so as to prevent the settling of most organic solid. ഓക്കെ, അപ്പം നമ്മൾ ഗ്രിറ്റ് ചേമ്പറിനകത്ത് ശരിക്കും ഗ്രിറ്റ് മാറ്റർ അല്ലെങ്കിൽ സാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അല്ലാതെ ഓർഗാനിക് സോളിഡ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് വരുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ സെറ്റിൽ ആയാൽ മതി. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ചെറിയൊരു വെലോസിറ്റി കൊടുത്തിട്ടായിരിക്കും ഗ്രിറ്റ് ചേമ്പറിനകത്ത് വാട്ടർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എയർ കൊടുക്കും. എയറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം സൈഡിൽ നിന്ന് എയർ കൊടുക്കുമ്പോൾ അതിലൊരു ഫ്ലോ വരും അല്ലേ. അപ്പം ഓർഗാനിക് സോളിഡ്സ് ഒന്നും ഇങ്ങനെ സെറ്റിൽ ആകില്ല, ബാക്കി മാത്രമേ സെറ്റിൽ ആകത്തുള്ളൂ. ഓക്കെ, അതാണ് ഗ്രിറ്റ് ചേമ്പറിനെ പറ്റി ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ മാത്രം. പിന്നെ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലെക്ചറിൽ പറയും. അടുത്തത് കമ്മ്യൂണേറ്റേഴ്സ്, ഞാൻ പറഞ്ഞത് തന്നെ കോഴ്സ് ആയിട്ടുള്ള സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഇച്ചിരി സൈസ് കൂടിയ മെറ്റീരിയൽസിനെ നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ലാർജ് പാർട്ടിക്കിൾസിന് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണേറ്റേഴ്സ് യൂസ് ചെയ്യും. ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ഇൻ ദി ഫോം ഓഫ് സ്ലഡ്ജ് ഇൻ സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അപ്പോൾ സൈസ് കുറഞ്ഞതിനെ പിന്നെ നമ്മൾ അടിയുന്നതിനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. ആ സ്ലഡ്ജിനെ നമുക്ക് പിന്നീട് വരുന്ന ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ റിമൂവ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി അടുത്തത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. അതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ എയിം എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് സെറ്റിലബിൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ് ബൈ സെഡിമെന്റേഷൻ ആൻഡ് ദി റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് വിൽ ഫ്ലോട്ട് ബൈ സ്കിമ്മിങ്. ഓക്കെ, അപ്പം സെറ്റിലാകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡിനെ റിമൂവ് ചെയ്യുക. അതേപോലെ സെഡിമെന്റേഷൻ ടാങ്ക് കൊടുത്തിട്ട് റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓയിൽ മാറ്റേഴ്സ് ഉണ്ട്, ഗ്രീസ് ഓയിലൊക്കെ ഇല്ലേ, അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കൂല മേളിൽ, അതിനെ സ്കിമ്മിങ് ടാങ്കിൽ കൊണ്ടുപോയിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്ത് തന്നെ മാറ്റുക. ആ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സ്കമ്മിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ മെയിൻ എയിം. ഓക്കെ, അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ്
പ്രൈമറി ട്രീറ്റ്മെൻറ്റിനുള്ളിൽ 25-50% ഓഫ് BOD, അതേപോലെ തന്നെ 50-70% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്, അതേപോലെ 65% ഓയിൽ ആൻഡ് ഗ്രീസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വഴി പ്രിലിമിനറിയും കഴിഞ്ഞ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എത്തുമ്പോഴേക്കും ഇത്രയും പെർസെൻറ്റേജോളം എന്താണ് BODയും സസ്പെൻഡഡ് സോളിഡ്സും ഓയിൽ ആൻഡ് ഗ്രീസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. Some organic nitrogen and organic phosphorus heavy metals associated with solids are also removed during പ്രൈമറി സെലിമിനേഷൻ. അപ്പം ഓർഗാനിക് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, ഹെവി മെറ്റൽസ് ഒക്കെ ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ റിമൂവ് ചെയ്യാം. In many industrialized countries, primary treatment is the minimum level of pre-application treatment required for wastewater irrigation. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിലൊക്കെ ഏറ്റവും മിനിമം ലെവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് എന്താണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ആണ്. അവിടെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പ്രത്യേകം കാണത്തില്ല, അല്ലാണ്ട് ഒരുമിച്ച് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. It may be considered sufficient treatment if the wastewater is used to irrigate crops that are not consumed by humans or to irrigate orchard, vineyard or some other food crops. Okay, അപ്പം വേസ്റ്റ് വാട്ടർ വലിയ പ്രശ്നമില്ലാത്ത വെച്ചാൽ അത്രയും പൊല്യൂഷൻ കണ്ടന്റ് ഇല്ലാത്ത വേസ്റ്റ് വാട്ടർ ആണ്. അതേപോലെ തന്നെ ആ ഒരു വേസ്റ്റ് വാട്ടർ ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പൂന്തോട്ടം, അതാണ് ഓർക്കാഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഓർക്കാഡ് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം അങ്ങനത്തെ ഏരിയയിലോട്ടൊക്കെ അവിടുത്തെ ഇറിഗേഷന് വേണ്ടി മാത്രമാണ് വേസ്റ്റ് വാട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്കത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അടുത്തത് നമ്മൾ പ്രിലിമിനറിയിൽ പറഞ്ഞല്ലോ അല്ലേ, സ്ക്രീൻസ് യൂസ് ചെയ്യും, ഏറ്റവും ആദ്യമേ സ്ക്രീനിങ് ആണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. അതിന് ഡിസൈൻ എങ്ങനെയാണെന്ന്, ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രീൻസിനെ പറ്റിയാണ് പറയുന്നത്. സ്ക്രീനിങ് ഈസ് എ യൂണിറ്റ് ഓപ്പറേഷൻ ദാറ്റ് സെപ്പറേറ്റ്സ് ലാർജ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്, അപ്പോൾ പല സൈസിലുള്ളതായിരിക്കും, ഫ്രം വാട്ടർ ആൻഡ് ഫ്രം എൻറ്ററിങ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് എൻ്റർ ചെയ്യാതെ, ആ പൈപ്പിലോട്ടൊന്നും എൻ്റർ ചെയ്യാതെ ലാർജ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഓപ്പറേഷനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ യൂണിറ്റിനെ നമ്മൾ സ്ക്രീൻസ് എന്ന് പറയും. ഓക്കെ, സ്ക്രീൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സ്ക്രീൻസ് ആർ പ്രൊവൈഡഡ് ടു പ്രൊട്ടക്റ്റ്, എന്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്? പമ്പ്, വാൽവ്, പൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ അതർ അപ്പൂട്ടൻസസ് ഫ്രം ഡാമേജ് ഓർ ക്ലോഗിങ് ബൈ റാക്സ് ആൻഡ് അതർ ലാർജ് ഒബ്ജക്ട്സ് ഒന്നും കയറി ക്ലോഗ് ആകാതെ ഈ പറഞ്ഞ പമ്പിനെയും വാൽവ്സിനെയും പൈപ്പ്സിനെയും അതേപോലെ ബാക്കി എല്ലാ യൂണിറ്റ്സിനെയും ക്ലോഗ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രീൻസിൻ്റെ മെയിൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വേസ്റ്റ് വാട്ടർ വരുന്നു. ഓക്കെ, അപ്പോൾ സ്ക്രീൻസ് ഇങ്ങനെ ബാർ പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് വെർട്ടിക്കലായിട്ടല്ല, ഇച്ചിരി ഒരു ഇൻക്ലിനേഷനിലാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കണ്ടാൽ മനസ്സിലാത്തില്ലായിരിക്കും, ചെറിയൊരു ഇൻക്ലിനേഷനിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം വേസ്റ്റ് വാട്ടർ ഇതിൽ വന്നു കഴിയുമ്പോൾ ഈ പൊങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ലാർജ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലാർജ് മാറ്റേഴ്സ് എല്ലാം ഇതിൽ വന്ന് അടിയും, ബാക്കി വെള്ളം മാത്രം അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ബാർ സ്ക്രീൻ വെണ്ടർ പ്രൊവൈഡഡ് എക്യുപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ ബാർ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, ബാർ ഉള്ള ടൈപ്പ് ഓഫ് സ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാർ സ്ക്രീൻസിന് പല സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. ഇങ്ങനെ വേസ്റ്റ് വാട്ടർ വരുന്നുണ്ടെങ്കിൽ ബാർ സ്ക്രീൻ ഇങ്ങനെ ഒരു ആംഗിളിലായിരിക്കും കൊടുക്കുന്നത്, ഇൻക്ലിനേഷനായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും ഏരിയ നമുക്ക് കിട്ടും. മറ്റേ ഇൻക്ലൈനായിട്ട് കൊടുത്താൽ നമുക്ക് ഏരിയ, ആ ഒരു മൊത്തം ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഏരിയ കിട്ടും. ആ കിട്ടിയതിനെ അങ്ങനെ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴേക്കും വാട്ടർ മാത്രം ഇപ്പുറത്തോട്ട് വരികയും ബാക്കി ലാർജ് മാറ്റേഴ്സ് ഇവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ നമുക്കല്ലാതെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് പ്ലാൻ വ്യൂ ആണ്. ഓക്കെ, അപ്പം മെയിൻ പർപ്പസ് എന്താണ്? ടു റിമൂവ് ലാർജ് ഒബ്ജക്ട്സ്, സ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാൻ എക്സെട്ര, അതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം റിമൂവ് ചെയ്യണം. വിച്ച് മേ കോസ് ഫ്ലോ ഒബ്സ്ട്രക്ഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദി പ്ലാന്റ്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ബാർ സ്ക്രീൻസ് ആർ ഐദർ ഹാൻഡ് ക്ലീൻഡ് അല്ലെങ്കിൽ മെക്കാനിക്കലി ക്ലീൻഡ്. അപ്പം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്, ഒത്തിരി എമൗണ്ട് ഓഫ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ബാർ സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മെക്കാനിക്കലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാർ സ്ക്രീൻ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് ഹാൻഡ് ക്ലീൻഡ്, മാനുവലി ആൾക്കാർ ചെന്ന് വേസ്റ്റ് വാട്ടർ വരുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബാർ സ്ക്രീനെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഹാൻഡ് ക്ലീൻഡ് സാധാരണ യൂസ് ചെയ്യുന്നത് സ്മോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ മെക്കാനിക്കലി ക്ലീൻഡ് ബാർ സ്ക്രീനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മോർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബിക്കോസ് ലേബർ ആൻഡ് ഓവർഫ്ലോയിങ് ആർ ഗ്രേറ്റ്ലി റെഡ്യൂസ്. അപ്പം ഒത്തിരി ആൾക്കാരെ വിളിച്ച് വരുത്തി അപ്പം ലേബേഴ്സിൻ്റെ എമൗണ്ട് കൂടും. അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഒത്തിരി ഈ വേസ്റ്റ് പാസ് ചെയ്ത്
ശരിക്കും ഫുൾ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഇതെല്ലാം ഓവർഫ്ലോ ആകാൻ ചാൻസ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്നും വാട്ടർ. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെക്കാനിക്കലി ക്ലീൻഡ് ബാർ സ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എ ബൈപ്പാസ് ചാനൽ വിത്ത് എ ഹാൻഡ് ക്ലീൻഡ് ബാർ സ്ക്രീൻ മസ്റ്റ് ഓൾസോ ബി പ്രൊവൈഡ്. ഓക്കെ, ഇപ്പോൾ ഈ ബാർ സ്ക്രീൻ മെക്കാനിക്കലി ക്ലീൻഡ് യൂസ് ചെയ്യുമ്പം ആ ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ നമ്മളൊരു ബൈപ്പാസ് ചാനലായിട്ട് ഒരു ഹാൻഡ് ക്ലീൻഡ് ബാർ സ്ക്രീനിന് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, എ സെക്കൻഡ് മെക്കാനിക്കലി ക്ലീൻഡ് ബാർ സ്ക്രീൻ ക്യാൻ ഓൾസോ ബി പ്രൊവൈഡ്. അപ്പം 2 മെക്കാനിക്കലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബാർ സ്ക്രീനും ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാർ സ്ക്രീനും കൊടുക്കണം. ബൈപ്പാസ് ആയിട്ട് അങ്ങനെ ഒരു ഹാൻഡ് ക്ലീൻഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഒരു മെക്കാനിക്കൽ ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതായി പോകത്തില്ലേ. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബാർ സ്ക്രീൻ അടുത്തുണ്ടെങ്കിൽ അതിൽ ത്രൂ വേസ്റ്റ് വാട്ടറിനെ കൊണ്ടുപോകാമല്ലോ. ഓക്കെ, ഈ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ക്ലീൻ അല്ലെങ്കിൽ ബാക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, ഒന്നെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നോ ഇപ്പുറത്തെ സൈഡിൽ നിന്നോ ബാർ സ്ക്രീൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലീനിങ് ഓപ്പറേഷന് വേണ്ടി കൊടുക്കാറ്. ഓക്കെ, ഇനിയും ഈ സ്ക്രീൻസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. കോഴ്സ് സ്ക്രീൻ, മീഡിയം സ്ക്രീൻ, ഫൈൻ സ്ക്രീൻ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് ഉണ്ടല്ലോ, സ്ക്രീൻസിന് തമ്മിലുള്ള ഓപ്പണിംഗ് സ്പേസ്. വലിയ വലിയ മാറ്റേഴ്സിനെ സ്ക്രീൻ ചെയ്യുന്നതും ചെറിയ മാറ്റേഴ്സിനെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ക്രീൻസ് കൊടുക്കുമല്ലോ. അപ്പം ഓപ്പണിങ്സിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്ക്രീനാണോ മീഡിയം സ്ക്രീനാണോ ഫൈൻ സ്ക്രീനാണോ എന്ന് പറയുന്നത്. അപ്പോൾ 50 mm അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ ഓപ്പണിങ്സ് എങ്കിൽ അതിനെ നമ്മൾ കോഴ്സ് സ്ക്രീന്, 6 to 40 mm ആണ് അതിൻ്റെ ഓപ്പണിങ്സിൻ്റെ സ്പേസ് എങ്കിലും മീഡിയം സ്ക്രീൻ, അല്ലെങ്കിൽ 1.5 തൊട്ട് 3 mm മാത്രമേ അതിൻ്റെ ഓപ്പണിംഗ് സൈസ് ഉള്ളെങ്കിൽ അതിനെ ഫൈൻ സ്ക്രീൻ എന്ന് പറയും. പിന്നെ കോഴ്സ് സ്ക്രീനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആയിരിക്കും. മീഡിയം സ്ക്രീനിൻ്റെ ഇൻക്ലിനേഷൻ 30 to 60. ഫൈൻ സ്ക്രീൻ ആണെങ്കിലും ആ ഒരു സെയിം ഇൻക്ലിനേഷൻ. ഇനി ഇതിന് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കലി ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനുവലി ക്ലീൻ ചെയ്യുകയോ ചെയ്യാം, ഈ പറഞ്ഞ 3. ഓക്കെ, പിന്നെ ഈ വന്ന് അടിയുന്ന സാധനം ഉണ്ടല്ലോ, ഈ അടിയുന്നതിനെ നമുക്ക് പല രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ബൈ ബറിയൽ ഓർ ബൈ ഡംപിങ് ഓർ ബൈ ഇൻസിനറേഷൻ. ഓക്കെ, ബറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, മണ്ണെടുത്ത് മാറ്റി ആ മണ്ണ് കുഴിക്കകത്തെടുത്തിട്ടിട്ട് നമുക്ക് മണ്ണെടുത്ത് മൂടാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കത്തിച്ച് ഇൻസിനറേഷൻ ചെയ്യാം. ഓക്കെ, ഇനിയും സ്ക്രീനിങ് കളക്ഷൻ അതിനെപ്പറ്റിയാണ്. അപ്പം ആദ്യത്തെ ഇത് ഫസ്റ്റ് ഏതായിരുന്നു, കോഴ്സ് സ്ക്രീനെ പറ്റിയാണ്. കോഴ്സ് സ്ക്രീനകത്ത് അതിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻസ് എന്ന് വെച്ചാൽ 6 liters ഓഫ് സോളിഡ്സ് പെർ മില്യൺ ലിറ്റേഴ്സ്. ഓക്കെ, പെർ മില്യൺ ലിറ്റർ ഒരു ഡേയിൽ 1 million ലിറ്ററിൽ ആ ഒരു സ്ക്രീൻസിന് 6 liters ഓഫ് സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും മീഡിയം സ്ക്രീൻ ആകുമ്പോൾ 30 to 90 liters ഓഫ് സോളിഡ്സ് പെർ മില്യൺ ലിറ്റേഴ്സ്. ഓക്കെ, പെർ മില്യൺ ലിറ്റർ ഓഫ് സീവേജിൽ നിന്ന് ക്യാപിറ്റൽ M ആണ് കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത്. മില്യൻ്റെ ക്യാപിറ്റൽ M ആണ് കാണിക്കേണ്ടത്. വേറൊരു സ്ക്രീൻഷോട്ട് എടുത്തേ വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ MLD എന്നാണ്. അപ്പം പെർ മില്യൺ ലിറ്റർ സീവേജിൽ നിന്ന് പെർ ഡേ ആണ്. MLDയിൽ 30 to 90 liters ഓഫ് സോളിഡ്സിനെ ഈ ഒരു മീഡിയം സ്ക്രീൻസിന് സ്ക്രീൻ ചെയ്ത് മാറ്റാം. ഇനി ഫൈൻ സ്ക്രീൻസിൽ 20% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഫ്രം സീവേജിനകത്തുള്ള 20% ഉള്ള സസ്പെൻഡഡ് സോളിഡ്സിനെ ഫൈൻ സ്ക്രീനിന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ക്ലോഗ് ആകോ ഇല്ലയോ അതിനെപ്പറ്റി പറഞ്ഞാൽ, ഫ്രീക്വൻസി ഓഫ് ക്ലോഗിങ്ങിനെ പറ്റി പറഞ്ഞാൽ, ആദ്യത്തെ കോഴ്സ് സ്ക്രീനിൽ അങ്ങനെ ക്ലോഗിങ് നടക്കാറില്ല. മറ്റേതിൽ മോഡറേറ്റ് ആയിട്ട് വല്ലപ്പോഴും, അതേപോലെ ഫൈൻ സ്ക്രീനിൽ ഓഫൻ ആയിട്ട് എപ്പോഴും ക്ലോഗിങ് നടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും അടുത്തടുത്ത് തന്നെ അത് ക്ലീൻ ചെയ്യണം. ഓക്കെ, കാരണം ചെറിയ ചെറിയ ഓപ്പണിങ്സ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് ക്ലോഗ് ആകും. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രീൻസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമ്മൾ സ്ക്രീനിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ അഹെഡ് ഓഫ് ആൻഡ് ത്രൂ ദി സ്ക്രീൻ വേരീസ് ആൻഡ് എഫക്ട്സ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പം സ്ക്രീനിൽ കൂടെയുള്ള വെലോസിറ്റി, അതേപോലെ തന്നെ സ്ക്രീനിലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി, ഇത് രണ്ടും ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ദ ലോവർ ദി വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ ദ ഗ്രേറ്റർ ഈസ് ദി എമൗണ്ട് ഓഫ് സ്ക്രീനിങ്സ് ദാറ്റ് വുഡ് ബി റിമൂവ്ഡ് ഫ്രം ദി സീവേജ്. അപ്പം സ്ക്രീനിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് വെച്ചാൽ കുറവാണെങ്കിൽ അത്രയും നമുക്ക് വേസ്റ്റ് വാട്ടർ സ്ക്രീനിങ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും സീവേജിൽ നിന്ന്. Okay, hence the design velocity should be such as to permit 100% removal of material of certain size without undue deposition. അപ്പം
നമ്മളെപ്പോഴും വെലോസിറ്റിയുടെ ആ ഡിസൈൻ വെലോസിറ്റി കൊടുക്കുമ്പോൾ 100%ഓളം ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. അപ്പം വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റീസ് ഓഫ് 0.6 to 1.2 മീറ്റർ പെർ സെക്കൻഡ് ത്രൂ ദി ഓപ്പൺ ഏരിയ ഫോർ ദി പീക്ക് ഫ്ലോ ഹാവ് ബീൻ യൂസ് സാറ്റിസ്ഫൈ. അപ്പോൾ 0.6 തൊട്ട് 1.2 മീറ്റർ പെർ സെക്കൻഡിനുള്ളിൽ ഏതെങ്കിലും ഒരു വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ആ ഒരു സ്ക്രീനിനുള്ളിൽ കൂടെ പറയുമ്പോൾ. ഫർദർ ദ വെലോസിറ്റി അറ്റ് low flow in the approach channel should not be less than 0.3 meter to avoid deposition of solid. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 0.3 മീറ്റർ പെർ സെക്കൻഡിനേക്കാളും കുറയാൻ പാടില്ല. നമ്മൾ സ്ക്രീനിലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി 0.3 മീറ്റർ പെർ സെക്കൻഡിനുള്ളിൽ അതിലും താഴാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിലോട്ട് അത്രയും വെള്ളം എത്തത്തില്ല സ്പീഡിൽ. അപ്പോഴേക്കും എന്താണ്, അതിന് മുന്നേ ഡിപ്പോസിഷൻ ആയിപ്പോവും. ഓക്കെ, അപ്പം മിനിമം 0.3 മീറ്റർ പെർ സെക്കൻഡ്, അതിൽ താഴാൻ പാടില്ല. ഏറ്റവും ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ 0.6 to 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്തത് ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് വേരീസ് വിത്ത് ദി ക്വാണ്ടിറ്റി ആൻഡ് നേച്ചർ ഓഫ് സ്ക്രീനിങ്സ് അലൗഡ് ടു അക്യുമുലേറ്റ് ബിറ്റ്വീൻ ക്ലീനിങ്സ്. ഓക്കെ, ഹെഡ് ലോസ് എന്ന് പറയുന്നത് അത് വേരി ചെയ്യും. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സ്ക്രീനിങ്സിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എത്ര പ്രാവശ്യം, ഫ്രീക്വൻസി ഓഫ് ക്ലീനിങ്, അടുത്തടുത്ത് ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തില്ലേ, അതിനൊക്കെ ഡിപ്പെൻഡും ചെയ്തിരിക്കും. ഹെഡ് ലോസ് ക്രിയേറ്റഡ് ബൈ എ ക്ലീൻ സ്ക്രീൻ മേ ബി കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിംഗ് ദി ഫ്ലോ ആൻഡ് ദി എഫക്റ്റീവ് ഏരിയ ഓഫ് ദി സ്ക്രീൻ ഓപ്പണിങ്സ്, ദ ലേറ്റർ ബീയിങ് ദി സം ഓഫ് വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദി ഓപ്പണിംഗ്. ഓക്കെ, അതിൽ ഈ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഓപ്പണിങ്സിൻ്റെ ഒക്കെ ആ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷനൊക്കെ സമ്മിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പം ഹെഡ് ലോസ് ഏറ്റവും കുറവെന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ സ്ക്രീൻ ആണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിൽ നിന്ന് ഉണ്ടാകുന്ന ഹെഡ് ലോസ് നമുക്ക് കുറവായിരിക്കും. അല്ലാതെ ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ ആണെങ്കിൽ, ഒരു പകുതിയെങ്കിലും ക്ലോഗ്ഡ് ആണെങ്കിൽ പോലും എന്താണ്, അത്രയും കൂടെ ഹെഡ് ലോസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഹെഡ് ലോസ് ത്രൂ ക്ലീൻ ഫ്ലാറ്റ് ബാർ സ്ക്രീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് H=0.0729 ഇൻറ്റു V² മൈനസ് സ്മോൾ V². അല്ല, H എന്ന് വെച്ചാൽ ഹെഡ് ലോസ് മീറ്ററിൽ, ക്യാപിറ്റൽ V എന്ന് പറയുന്നത് വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ ആണ് മീറ്റർ പെർ സെക്കൻഡിൽ, സ്മോൾ V എന്ന് പറയുന്നത് വെലോസിറ്റി ബിഫോർ ദി സ്ക്രീൻ എത്തുന്ന മുന്നേ ഫ്ലോയിൻ്റെ വെലോസിറ്റിയാണ് സ്മോൾ V വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ ജനറലി 0.15 തൊട്ട് 0.3 മീറ്റർ വരെയൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, ഹെഡ് ലോസിൻ്റെ ആ ഇക്വേഷൻ അല്ലാതെ വേറൊരു ഇക്വേഷനാണ് ക്രിസ്റ്റിൻസ് ഇക്വേഷൻസ് എന്ന് വെച്ചിട്ടൊരു ഇക്വേഷനാണ്. ഇത് നമ്മൾ ഹെഡ് ലോസ് ഒരു ബാർ റാക്ക് ആണെങ്കിൽ, ബാർ റാക്ക് എന്ന് പറയുന്നത് കോഴ്സ് സ്ക്രീനില്ലേ, അതിനെ നമുക്ക് ബാർ റാക്ക് എന്ന് വേണേൽ പറയാം. അപ്പോൾ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ അറിഞ്ഞിരിക്കണം. ബീറ്റ W/B (4/3) HV sin θ. അല്ല, H എന്ന് വെച്ചാൽ ഹെഡ് ലോസ് മീറ്ററിൽ, ബീറ്റ എന്ന് പറയുന്നത് ബാർ ഷേപ്പ് ഫാക്ടറാണ്. അതിൽ റെക്റ്റാങ്കുലർ ബാർ ആണെങ്കിൽ 2.42 എടുക്കണം. റെക്റ്റാങ്കുലർ ബാർ വിത്ത് സെമി സർക്കുലർ അപ്സ്ട്രീം ഫേസും ഡൗൺ സ്ട്രീം ഫേസ് എന്താണെന്ന് വെച്ചാൽ, അപ്സ്ട്രീം എന്ന് വെച്ചാൽ വെള്ളം വരുമ്പം ആദ്യമേ വന്ന് അടിക്കുന്നത് അപ്സ്ട്രീം, തിരിച്ച് ബാറ്റും അപ്പറേ ഉള്ളതാണ് ഡൗൺ സ്ട്രീം. അപ്പം അപ്സ്ട്രീം ഫേസിന് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ അതിനെ അവിടെ ബാർ ഷേപ്പ് ഫാക്ടർ 1.83 എടുക്കണം. അങ്ങനെ ബാർ ഷേപ്പ് ഫാക്ടർ ഓരോ ടൈപ്സ് ഓഫ് സ്ക്രീൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. W എന്ന് പറയുന്നത് മാക്സിമം വിഡ്ത്ത് ഓഫ് ബാർ ആണ് മീറ്ററിൽ. B എന്ന് പറയുന്നത് മിനിമം ക്ലിയർ സ്പേസിങ്. HV എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡ് ഓഫ് ഫ്ലോ അപ്രോച്ചിങ് റാക്ക്, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ V²/2g ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നും അത് എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, മറ്റേ ഇക്വേഷനാണ് മെയിൻലി പഠിക്കേണ്ടത്. ഈ പറഞ്ഞ ഇക്വേഷൻസ് അല്ലാതെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ നേരം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും ബാർ സ്ക്രീനിൻ്റെ. അപ്പം നെറ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കും, അതേ ഇൻറ്റു സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഡിവൈഡഡ് ബൈ ക്ലിയർ സ്പേസിങ്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ എബോവ് സ്ക്രീൻ എന്ന് വെച്ചാൽ സ്ക്രീൻ എത്തുന്നതിന് മുന്നേ ഉള്ള സ്മോൾ V, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ക്യാപിറ്റൽ V നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റിനെ തരികയോ അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയോ ചെയ്യും. അതേ ഇൻറ്റു ക്ലിയർ സ്പേസിങ് ഡിവൈഡഡ് ബൈ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് നമ്മൾ സ്ക്രീൻസ് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സ്ക്രീൻസിൽ വന്ന് അടിയുന്ന സാധനമില്ലേ, അതിനെ നമുക്ക് ഇനി ഡിപ്പോസ് ചെയ്യണം അല്ലേ. ഡിസ്പോസൽ ഓഫ് സ്ക്രീനിങ്സ് ആണ് പറയുന്നത്. സ്ക്രീനിങ്സ് ഈസ് ദി വേസ്റ്റ് മെറ്റീരിയൽ കളക്റ്റഡ് ഫ്രം സ്ക്രീൻസ്. അപ്പോൾ സ്ക്രീൻസിൽ നിന്ന്
കളക്ട് ചെയ്യുന്ന ആ വേസ്റ്റ് അടിഞ്ഞ സാധനത്തിനാണ് നമ്മൾ സ്ക്രീനിങ്സ് എന്ന് പറയുന്നത്. സ്ക്രീനിങ്സ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ്. അപ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി ചെയ്യണം. അപ്പോൾ വേരിയസ് മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബേൺ ചെയ്യാം, ബറി ചെയ്യാം, കത്തിക്കാം, അല്ലെങ്കിൽ എന്താണ് കുഴിയെടുത്ത് ഇട്ടിട്ട് മൂടാം, അല്ലെങ്കിൽ ഡൈജഷൻ എന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലാർജ് വാട്ടർ ബോഡീസിലോട്ട് അല്ലെങ്കിൽ സീയിലോട്ട് അങ്ങനെയൊക്കെ പോയി കൊണ്ട് ഡംപ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടെ വേസ്റ്റ് വാട്ടർ കളക്ഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലോട്ട് ഒന്നുകൂടെ വേണം വിടാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിങ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ മോയ്സ്ചർ കണ്ടന്റും കാണും, പിന്നെ ഈ സോളിഡ്സും കാണും. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കുറച്ചുകൂടെ സൈസ് കുറച്ചിട്ട് ഒന്നും കൂടെ വേണേൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് കൊടുത്താൽ അത്രയും കൂടെ വാട്ടർ നമുക്ക് വലിച്ചെടുക്കുകയും ബാക്കി സാധനത്തിനെ മാത്രം ഡിസ്പോസ് ചെയ്താൽ മതിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ബേൺ ചെയ്യാന്ന് പറയുന്നത് ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ ഇൻസിനറേറ്ററിനകത്ത് കൊണ്ട് കൊടുത്ത് അതിനെ ബേൺ ചെയ്യുക. അപ്പം അതിന് മുന്നേ നമ്മൾ ആ ഒരു ഡിസ്പോസ് ചെയ്ത വേസ്റ്റ് മെറ്റീരിയലിനെ ആദ്യമേ നമ്മൾ ഡ്രൈ ചെയ്യണം. അപ്പം ചിലപ്പോൾ സൺലൈറ്റിന് അണ്ടറിൽ ചുമ്മാ ലാൻഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിനെങ്ങനെ ഡ്രൈ ചെയ്തെടുത്തിട്ടായിരിക്കും നമ്മൾ ഇൻസിനറേറ്ററിനകത്ത് കൊടുത്തിട്ട് അത് കത്തിക്കുന്നത്. അല്ലെങ്കിൽ ബറി ചെയ്യാം, അല്ലെങ്കിൽ ഡൈജഷൻ എന്ന സ്റ്റെപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സീ വാട്ടറിലോട്ട് നല്ല സീ ഷോറിൽ നിന്ന് ഒത്തിരി ദൂരെ മാറി നല്ല എന്താണ് ഹൈറ്റൈഡ് ആ ഒരു ടൈഡിന്റെ സമയത്ത് നമ്മൾ അധികം തിരിച്ചു വരാത്ത രീതിയിൽ, ലോ ടൈഡിന്റെ സമയത്ത് തിരിച്ച് ആ ഡിസ്പോസ് ചെയ്ത സാധനം ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് ഷോർ ലൈനിലോട്ട് വരാത്ത രീതിയിൽ നമുക്ക് അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഇൻലാൻഡ് ബറിയിങ് ഇസ് എഫിഷ്യന്റ് ഇൻ സ്മോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വൈൽ ബേണിംഗ് ഇസ് ബെസ്റ്റ് ഫോർ മീഡിയം ആൻഡ് ലാർജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അതർ മെത്തേഡ്സ് കോസ് പ്രോബ്ലംസ് ആൻഡ് മേ നീഡ് സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ്. പിന്നെ പറഞ്ഞ മെത്തേഡ്സിലൊക്കെ അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ അത് ഒന്നുകൂടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. Digestion is used for large systems and in combination with treatment of organic portion of municipal solid waste. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഡൈജഷൻ ചെയ്യാറ്. ഇൻ കേസ് സ്ക്രീനിങ്സിനെ ഡൈജഷൻ ചെയ്യണമെങ്കിൽ സാധാരണ ഒരു ഏരിയയിലുള്ള സോളിഡ് വേസ്റ്റിനെ നമ്മൾ ഡൈജഷൻ ചെയ്യും. അപ്പം അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ചെയ്യാറ്. ഓക്കെ, ഇതാണ് ഡിസ്പോസൽ ഓഫ് സ്ക്രീനിങ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് സ്റ്റെപ്സ് ടു സോൾവ് ഡിസൈൻ പ്രോബ്ലംസ്. അപ്പം സ്ക്രീൻസിന്റെ ഡിസൈൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അസ്യൂം വെലോസിറ്റി ത്രൂ ബാർ. ഓക്കെ, വെലോസിറ്റി ത്രൂ ബാർ നമ്മൾ അസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ ബാർ ഡയമെൻഷൻസ്, അതേപോലെ ക്ലിയർ ബാർ സ്പേസിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തരത്തില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ടൗണിൽ 40 mld ആണ് അവിടുത്തെ വേസ്റ്റ് വാട്ടറിൻ്റെ എമൗണ്ട്, അത് അവിടുത്തെ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് സ്ക്രീൻസ് വെച്ചിട്ട് ഇത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്ന മുന്നേ വേറെ ഒന്നും ഡീറ്റെയിൽസ് തരത്തില്ല. ഇപ്പം കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യണം. അപ്പം വെലോസിറ്റി ത്രൂ ബാർ അസ്യൂം ചെയ്യണം, ബാർ ഡയമെൻഷൻസ് അസ്യൂം ചെയ്യണം, ക്ലിയർ ബാർ സ്പേസിങ്സ് അസ്യൂം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ക്യൂ അല്ലെങ്കിൽ മാക്സിമം ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, അത് ചിലപ്പോൾ MLD-ലായിരിക്കും, മില്യൺ ലിറ്റർ പെർ ഡേയിലായിരിക്കും. നമുക്കത് മീറ്റർ ക്യൂ പെർ സെക്കൻഡിലാക്കണം. പിന്നെ നെറ്റ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പം സാധാരണ നമുക്കറിയാലോ ക്യൂ എന്ന് പറയുന്നത് A×V ആണ്. അപ്പോൾ നമുക്ക് ക്യൂ അറിയാം, V നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ A കണ്ടുപിടിക്കാമല്ലോ, Q/V ചെയ്താൽ അത് കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പ് ഗ്രോസ് ഏരിയ. അതിനകത്ത് ക്രോസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അത് G ആണ്. ഗ്രോസ് ഏരിയ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യണം, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്ലൈഡിൽ, നെറ്റ് ഏരിയ ഇൻറ്റു സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഡിവൈഡഡ് ബൈ ക്ലിയർ സ്പേസിങ്. അടുത്ത സ്റ്റെപ്പ് ഗ്രോസ് ഏരിയ കണ്ടുപിടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഈ വെർട്ടിക്കലി ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഗ്രോസ് ഏരിയ ആണ് നമ്മൾ ആ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ശരിക്കും ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ബാർ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിളിലാണ്, ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഇൻക്ലൈൻഡ് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് അല്ലാതെ കണ്ടുപിടിച്ച ഗ്രോസ് ഏരിയ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യും. ആ ആംഗിൾ ആണ് സൈൻ എത്രയാണോ 40 ഡിഗ്രി എങ്കിൽ സൈൻ 40 ഡിഗ്രി എന്നായിരിക്കണം കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് വെലോസിറ്റി ഫ്ലോ എബോവ് സ്ക്രീൻ എന്ന് വെച്ചാൽ സ്ക്രീനിന് മുന്നേ ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ത്രൂ സ്ക്രീൻ നമ്മൾ അസ്യൂം ചെയ്യും, അത് ഇൻറ്റു ക്ലിയർ സ്പേസിങ് ബൈ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഇത് കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കാൽക്കുലേറ്റ് ദി വിഡ്ത്ത് ഓഫ് ചേംബർ ബൈ യൂസിങ്. പിന്നെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു വിഡ്ത്ത് കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നു, ആ ഇക്വേഷനകത്ത് നിന്ന് W കണ്ടുപിടിക്കണം. ബാക്കി ബീറ്റയൊക്കെ അസ്യൂം ചെയ്തിട്ട് ബാക്കി ടേംസ് ഒക്കെ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ W-യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലമാണ്, ഗാർഗിനി ടെസ്റ്റിലെ ഒരു പ്രോബ്ലമാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കാം കേട്ടോ. എസ്റ്റിമേറ്റ് ദി സ്ക്രീൻ റിക്വയർമെന്റ് ഫോർ എ പ്ലാന്റ് ട്രീറ്റിംഗ് എ പീക്ക് ഫ്ലോ ഓഫ് 60 മില്യൺ ലിറ്റർ പെർ ഡേ ഓഫ് സീവേജ്. അപ്പോൾ 60 മില്യൺ പെർ ലിറ്റർ ഓഫ് സീവേജ് ഉണ്ട്.
അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് സ്ക്രീൻസ് കൊടുക്കണം. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പീക്ക് ഫ്ലോ അറിയാം 60 million per ലിറ്റർ. അതിന് നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ടാക്കണം. അപ്പോൾ എന്തെടുക്കണം? അതെ 60 million ആണല്ലോ. അപ്പോൾ 60 × 10⁶ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്കത് മീറ്റർ ക്യൂബ് പെർ ഡേയിൽ കിട്ടി. അതേ ഡിവൈഡ് ബൈ 24 × 60/60 ചെയ്താൽ നമുക്ക് അത്രയും സെക്കൻഡിൽ കിട്ടി. അപ്പം 0.694 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. ഇനി നമുക്ക് എന്താണ് വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ നമുക്ക് അസ്യൂം ചെയ്യാം. അത് നമ്മൾ 0.8 മീറ്റർ പെർ സെക്കൻഡ് എന്നങ്ങ് അസ്യൂം ചെയ്തു. ഇനി അടുത്തത് നെറ്റ് ഏരിയ ഓഫ് സ്ക്രീൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ക്യൂ അറിയാം. ക്യൂ ബൈ ഈ വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഏരിയ കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് റെക്ടാംഗുലർ സ്റ്റീൽ ബാർ ആണെന്ന് അസ്യൂം ചെയ്തു. പിന്നെ അതിൻ്റെ വിഡ്ത്ത് 1 cm വിഡ്ത്ത് പ്ലേസ്ഡ് അറ്റ് 5 cm ക്ലിയർ സ്പേസിങ്ങിൽ. ബാർ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബാർ, അടുത്ത ബാർ, അങ്ങനെ 2-3 ബാർ ഉണ്ട്. ഇപ്പം ഒരു ബാറും അടുത്ത ബാറും തമ്മിലുള്ള അടുത്ത ക്ലിയർ സ്പേസിംഗ് ആണ് 5 cm എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് നെറ്റ് ഏരിയ ഇൻറ്റു എന്തെന്നാ പറഞ്ഞത്? സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ബൈ ക്ലിയർ സ്പേസിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് 6 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 5 + 1 ചെയ്താൽ മതി. അത് ഒരു പടം വരച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അതിലൊരു പടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ 5 + 1 ചെയ്യുമ്പോൾ 6 കിട്ടും. ആ 6 ഡിവൈഡ് ബൈ ക്ലിയർ സ്പേസിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ഏരിയ കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത അസ്യൂം ചെയ്തത് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയിലാണ് നമ്മുടെ ബാർ ഇരിക്കുന്നതെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയ ഗ്രോസ് ഏരിയ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അപ്പം സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ഏരിയ നീഡഡ് കിട്ടി. അത്രയും മീറ്റർ സ്ക്വയറിലുള്ളത് കിട്ടി. ഹെൻസ് എ കോഴ്സ് സ്ക്രീൻ ഓഫ് 1.2 എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ ആണ്. ഇപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വൈൽ ഡിസൈനിങ് ദി സ്ക്രീൻ വി ഹാവ് ടു ഓൾസോ ഡിസൈൻ ക്ലീനിങ് ഫ്രീക്വൻസി ഒക്കെ അറിഞ്ഞിരിക്കണം. ക്ലീനിങ് ഫ്രീക്വൻസി ഈസ് ഗവേൺ ബൈ ദി ഹെഡ് ലോസ് ത്രൂ ദി സ്ക്രീൻ. ദ മോർ ദി സ്ക്രീൻ ഓപ്പണിങ്സ് ആർ ക്ലോഗ്ഡ് മോർ വിൽ ബി ദി ഹെഡ് ലോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം. ജനറലി നോട്ട് മോർ ദാൻ ഹാഫ് ദി സ്ക്രീൻ ക്ലോഗിങ് ഈസ് അലൗഡ്. അപ്പം ഹാഫ് ആയിട്ട് ക്ലോഗ് ചെയ്യാം. അതിൽ കൂടുതൽ ക്ലോഗിങ് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. ടു നോ വെദർ ദി സ്ക്രീൻ ഹാസ് ബീൻ ക്ലോഗ്ഡ് ആൻഡ് നീഡ്സ് ക്ലീനിങ് വി ക്യാൻ ചെക്ക് ഓർ മെഷർ ദി ഹെഡ് ലോസ് മെഷർ ചെയ്യാം. ഓക്കെ, ഹെഡ് ലോസ് ത്രൂ ദി ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു 0.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി എബോവ് ദി സ്ക്രീൻ, അതിന് മുന്നേ ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ ഇൻറ്റു ക്ലിയർ സ്പേസിംഗ് ബൈ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്, അതാണ് ഇൻറ്റു 5/6 ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എബോവ് ദി സ്ക്രീൻ കിട്ടി. ഇനി ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 0.0729 ഇൻറ്റു v² മൈനസ് സ്മോൾ v². അത് ചെയ്യാം. വാല്യൂസിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എത്രയോ ചെറിയൊരു വാല്യൂ കിട്ടും. അതിന് നമുക്ക് 0.013 മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 1.3 മീറ്റർ സെൻറ്റിമീറ്റർ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത് എപ്പോഴാണ് ഫുൾ ക്ലീൻഡ് സ്ക്രീൻ ആണെങ്കിലാണ് ഈ പറഞ്ഞ ഹെഡ് ലോസ്. ഇനി നമ്മളിനി ക്രോസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെദർ ദി സ്ക്രീൻസ് ഓപ്പണിങ്സ് ഗെറ്റ് ഇനി ഹാഫ് ക്ലോഗ്ഡ് ആയെന്ന് വിചാരിക്കും. ഓക്കെ, സ്ക്രീന് ഹാഫ് ക്ലോഗ്ഡ് ആയെങ്കിൽ ഉള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. അതിന് മുന്നേ അപ്പം നമ്മൾ അങ്ങനെ ഹാഫ് ക്ലോഗ് ആയെങ്കിൽ എന്താണ്? സ്ക്രീനിൽ കൂടെ ഉള്ള വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ മാറും അല്ലേ, കുറച്ചുകൂടെ കൂടും. അപ്പം നമ്മളത് 2 times കൂടുകയെന്ന് വിചാരിച്ചു. അപ്പം 0.8 ആയിരുന്നു, അത് ഇൻറ്റു 2 ആവും. എന്താണ്? അത്രയും പോർഷനിൽ കൂടെ അല്ലേ വാട്ടർ പോകുന്നത്. അപ്പോൾ അത് 2 times ആയെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ അത് ഇൻറ്റു 2 ചെയ്യുക. ആ വാല്യൂ മൈനസ് വെലോസിറ്റി എബോവ് ദി സ്ക്രീൻ ചെയ്ത് നമുക്കൊരു വാല്യൂ നമ്മൾ 0.15 മീറ്റർ ആവും. ഓക്കെ, മറ്റേത് 0.0 ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? ദിസ് ഷോസ് ദാറ്റ് വെൻ ദി സ്ക്രീൻസ് ആർ ടോട്ടലി ക്ലീൻ ദ ഹെഡ് ലോസ് ഈസ് നെഗ്ലിജിബിൾ. എന്ന് വെച്ചാൽ 1.3 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. whereas the head loss shoots up to about 15 cm at half the clogging. ഓക്കെ, ഹാഫ് ദി ക്ലോഗിങ് ആകുമ്പോൾ അത്രയും കൂടെ ഹെഡ് ലോസ് കൂടും. ദ സ്ക്രീൻസ് ഷുഡ് therefore be cleaned frequently as to keep the head loss within the allowable range. ഓക്കെ, allowable റേഞ്ചിനുള്ളിൽ വെക്കാൻ വേണ്ടി സ്ക്രീൻസ് ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം നമുക്ക് ആ ഇക്വേഷൻസ് അറിഞ്ഞു വെക്കുക, അതെല്ലാം വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കുറച്ച് വാല്യൂസ് അസ്യൂം ചെയ്യേണ്ടി വരും. അസ്യൂം ചെയ്യുക, അതനുസരിച്ചുള്ള ഗ്രോസ് ഏരിയ, നെറ്റ് ഏരിയയും ഹെഡ് ലോസ് എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് വേറൊരു പ്രോബ്ലം ആണ്. നിങ്ങൾ ഇതിൻ്റെ ഹോംവർക്ക് ആയിട്ട് എഴുതണേ. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 40 ml
40 mld ആണ് നമ്മൾ ഒരു പീക്ക് ഫ്ലോ എങ്കിൽ ബാർ സ്ക്രീൻ ഡിസൈൻ ചെയ്യണം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അസ്യൂം ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അസ്യൂമിങ് എ മാനുവൽ ക്ലീനിങ് ആണ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തു. 45 ഡിഗ്രി ആംഗിൾ ആണ് അസ്യൂം ചെയ്യുക. ലെറ്റ് ബാർ സ്ക്രീനിന്റെ സൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് 9 mm by 50 mm വിത്ത് 9 mm ഡയമെൻഷൻ ഫേസിങ് ദി ഫ്ലോ. 9 mm ഡയമെൻഷൻ ആണ് ഫ്ലോയിനെ ഫേസ് ചെയ്യുന്നത്, അങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ. അതേപോലെ ക്ലിയർ സ്പേസിങ് 36 mm ആണെന്നും അസ്യൂം ചെയ്തു. ലെറ്റസ് അസ്യൂം വെലോസിറ്റി ത്രൂ ദി സ്ക്രീൻ 0.8 m/s. ഇത് അസ്യൂം ചെയ്ത വാല്യൂസ് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനേ ഉള്ളൂ. അപ്പം നമുക്ക് ക്ലിയർ സ്പേസിംഗ് ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു സെന്റർ ടു സെന്റർ സ്പേസിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാമെന്ന്. ഓക്കെ, അപ്പം ഇതൊരു ബാറ്, ഇത് ഒരു ബാറ്, സെക്കൻഡ് ബാർ ആണെങ്കിൽ അത് തമ്മിലുള്ള സ്പേസിംഗ് ആണല്ലോ അല്ലേ 36 mm എന്ന് പറഞ്ഞത്. ഇനി സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ സെന്റർ തൊട്ട് ഈ ബാറിന്റെ സെന്റർ വരെ അല്ലേ, ഇത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ അല്ലേ. അപ്പൊ ഇത്രയും 36 ആണെന്നറിയാം. ഇതെന്ന് പറയുന്നത് 9 mm ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5 mm. ഇവിടെ ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിന് ഫുള്ള് 9 ആണെങ്കിൽ ഇതിന്റെ പകുതി 4.5. അപ്പൊ 36 പ്ലസ് 4.5 പ്ലസ് 4.5 എന്ന് വെച്ചാൽ 36 പ്ലസ് 9, അങ്ങനെ അത് 45 ആയി. ഓക്കെ, അപ്പം ഇവിടുത്തെ സെന്റർ ടു സെന്റർ സ്പേസിങ് 45 mm ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും വാല്യൂസ് എല്ലാം കയ്യിലുണ്ട്. ഇനിയിപ്പം നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്ത പോലെയൊക്കെ തന്നെ ക്യൂവിനെ ആദ്യം മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ആക്കുക, നെറ്റ് ഏരിയ കണ്ടുപിടിക്കുക, ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. അപ്പം ക്ലീൻഡ് ആയിരിക്കുമ്പോൾ ഹെഡ് ലോസ്, ഇനിയും ഹാഫ് ക്ലോക്ക്ഡ് ആകുവാണെങ്കിൽ ഹെഡ് ലോസ്. ഇത്രയും ചെയ്യാം. ഓക്കെ, ഇനിയും ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ലെക്ചർ നോട്ടിനകത്ത് മസ്റ്റായിട്ടും ഈ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കാണണം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ കാണും, ഡിസൈൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണും. ബാക്കിയെല്ലാം നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഹോംവർക്ക് എന്തായാലും ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ യൂട്യൂബിനകത്ത് ഒരു ചാനലിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കൂടെ അയച്ചു തന്നേക്കാം. അപ്പം നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്ത് ശരിയാണെന്നുള്ളത് അതിൽ നോക്കിയിട്ട് ക്രോസ് വെരിഫൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാളത്തേക്ക് അപ്ലോഡ് ചെയ്യുക, നാളെ 10 മണിക്കുള്ളിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.